ഒരു മുസ്ലിമിനോടും വാക്ക് ലംഘിക്കരുത്, അമുസ്ലിമിനോടും വാക്ക് ലംഘിക്കരുത്. ഒരു മുസ്ലിമിനോടും കളവ് പറയരുത്, അമുസ്ലിമിനോടും കളവ് പറയരുത്. ഒരു മുസ്ലിമിന്റേതും കട്ടെടുക്കരുത്, ഒരു അമുസ്ലിമിന്റേതും കട്ടെടുക്കരുത്. ഒരു മുസ്ലിമിനെയും ആക്രമിക്കരുത്, ഒരു അമുസ്ലിമിനെയും ആക്രമിക്കരുത്. ആരെയും ചീത്ത വിളിക്കരുത്, ആരെയും ഇൻസൾട്ട് ആക്കരുത്. അതല്ലേ പരിശുദ്ധ ദീൻ. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഒരു പണ്ഡിതൻ, ആ പണ്ഡിതന്റെ മനസ്സിൽ കിബിർ തോന്നരുത്. ഞാനിങ്ങനെ വരുമ്പോ നിങ്ങൾ മർഹബ ചൊല്ലി സ്വീകരിച്ചാൽ, നിങ്ങളതാ ചിലര് വന്ന് കൈപിടിച്ച് ചുംബിച്ചാൽ, ആളുകൾ ഇങ്ങനെ തക്ബീർ ചൊല്ലിയാൽ, അതുകൊണ്ടൊന്നും ഒരു പണ്ഡിതന്റെ മനസ്സിലും ഞാനാണ് ഈ കൂട്ടത്തിൽ വലിയവനെന്ന തോന്നല് വന്നുകൂടാ. വലിയവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അതല്ലേ പള്ളിയിൽ വെച്ച് വിളിച്ചു പറയുന്നത്, അല്ലാഹു അക്ബർ, അല്ലാഹ് വലിയവനാണ്. ഒരു ചെറിയ പിഞ്ചു കുഞ്ഞ് പ്രസവിക്കപ്പെട്ടാൽ ആ കുഞ്ഞിന്റെ വലത്തേ ചവിട്ടിൽ ബാങ്ക് കൊടുക്കണം, ഇടത്തേ ചവിട്ടിൽ ഇഖാമത്ത് കൊടുക്കണം. അപ്പൊ നിങ്ങൾ ചോദിക്കും, സെലഫികൾ പറയുന്നുണ്ടല്ലോ അത് വേണ്ട, അവർക്ക് വേണ്ട എന്ന് പറയാനേ അറിയൂ, അവർക്ക് അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് വിവരമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയുടെ ചവിട്ടിൽ പ്രസവിക്കപ്പെട്ടപ്പോൾ ബാങ്ക് വിളിച്ചത് ഇമാം തിർമിദി റിപ്പോർട്ടിലെ ഹദീസിലുണ്ട്. അത് സഹീഹാണെന്ന് ഇമാം തിർമിദി തന്നെയും ഒരുപാട് ഇമാമീങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ലോകത്ത് മുസ്ലിമീങ്ങളൊക്കെ ചെയ്തു വരുന്ന ഒരു കർമ്മമാണ് വലത്തേ ചവിട്ടിൽ ബാങ്കും ഇടത്തേ ചവിട്ടിൽ ഇഖാമത്തും. ആദ്യം തന്നെ കുട്ടി കേൾക്കുന്ന വാക്ക് അല്ലാഹ് എന്ന പേരാകണം, അല്ലാഹു അക്ബർ. ഇനി കുട്ടി മരിക്കുന്ന സമയത്ത് അവസാനം പറയുന്ന വാക്ക് അതും അല്ലാഹ് എന്നതാകണം. അതല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദ്യം കേൾക്കുന്നത് അല്ലാഹ്, അവസാനം പറയുന്നത് അല്ലാഹ്. അങ്ങനെ അല്ലാഹുവിനെ സ്നേഹിച്ചും അല്ലാഹുവിൽ ലയിച്ചും ജീവിക്കേണ്ടവരല്ലേ മുഅ്മിനീങ്ങൾ. അതേ അതിൽ നിന്ന് മുഅ്മിനീങ്ങൾ അകറ്റുന്ന സലഫികളോ ജമാഅത്ത് ഇസ്ലാമിക്കാരോ തബ്ലീഗ് ജമാഅത്തുകാരോ വ്യാജ തരീഖത്തുകാരോ അത്തരം ബിദ്അത്തുകാരുടെ ഒരു വാക്കും മുസ്ലിമീങ്ങൾ ചെവിക്കൊള്ളരുതേ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് വലിയവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അവൻ ഉദ്ദേശിച്ചതേ ഇവിടെ നടക്കുകയുള്ളൂ, അവന്റെ തീരുമാനമേ നടപ്പാവുകയുള്ളൂ, അവന് മാത്രമേ അധികാരമുള്ളൂ. സുബ്ഹാനല്ലാഹ്. അമേരിക്കയുടെ പ്രസിഡന്റാണോ, അദ്ദേഹത്തിന് തലവേദന വന്നാ വീറ്റോ ചെയ്യാൻ കഴിയൂല. ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണോ, അദ്ദേഹത്തിന് ഉരവേദന വന്നാ സ്റ്റേ ചെയ്യാൻ കഴിയൂല. സ്വന്തം ശരീരത്തിൽ പോലും അധികാരം നമുക്കില്ലല്ലോ, സൃഷ്ടികൾക്കില്ലല്ലോ. എല്ലാ അധികാരവും തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അല്ലാഹുവിന് മാത്രമാണല്ലോ. കുട്ടികൾ ബക്കറ്റും കൊണ്ടുവരും, വെള്ളം കോരാനല്ല, നിങ്ങളൊക്കെ സംഭാവന കൊടുക്കാനാണ്. നല്ല സംഭാവന കൊടുക്കണം, നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മുടെ ചെറുപ്പക്കാർക്ക് പ്രചോദനം നൽകണം. അല്ലാഹു നമ്മുടെ എല്ലാ അമലും സ്വീകരിക്കട്ടെ. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹ് മാത്രമേ വലിയവനുള്ളൂ. അതുകൊണ്ട് പണ്ഡിതനായ ഒരാൾക്ക് തോന്നരുത് സാധാരണക്കാരായ കുറെ ആളുകളുണ്ട്, അവർക്കൊന്നും അവർ കിതാബോധിയ ആലിമീങ്ങളല്ല, അതുകൊണ്ട് അവരൊക്കെ എന്റെ താഴെയാണെന്ന് തോന്നരുത്. പടച്ചവന്റെ അടുക്കൽ ആരാണ് വലുതെന്ന് ആർക്കറിയാം. ഒരു പക്ഷേ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണമാണ്, ഒരു പക്ഷേ സാധാരണക്കാരനിൽ നിന്ന് വല്ല തെറ്റും സംഭവിച്ചെങ്കിൽ അറിവില്ലാതെ ചെയ്തു പോയത് കൊണ്ട് റബ്ബവന് മാപ്പ് കൊടുത്താലോ. അറിവുള്ള ഒരു വ്യക്തി ഞാനങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയത് അറിഞ്ഞുകൊണ്ടാണ്, അതുകൊണ്ട് അല്ലാഹ് എനിക്ക് മാപ്പ് തന്നില്ലെങ്കിലോ. പണ്ഡിതന്മാരങ്ങനെ ചിന്തിക്കണം. എന്നാ സാധാരണക്കാര് ആലിമീങ്ങളെ കാണുമ്പോ അവര് തിരിച്ച് ചിന്തിക്കണം, പഠിച്ചവനെ ഇയാൾക്ക് ഇൽമെങ്കിലും ഉണ്ടല്ലോ, എനിക്ക് ഇൽമും ഇല്ലല്ലോ. അങ്ങനെ സാധാരണക്കാര് ചിന്തിക്കണം.
അത് പറഞ്ഞുകൊണ്ട് ഇമാം ഗസാലി തങ്ങൾ പറയാണ്, ഒരു ചെറുപ്പക്കാരനെ കണ്ടാ പ്രായമുള്ളവർ ചിന്തിക്കണം, ഈ ചെറുപ്പക്കാരന് 18 വയസ്സാണ്. അതാ ദീനിന്റെ നിയമമനുസരിച്ച് 15ാമത്തെ വയസ്സിൽ പ്രായപൂർത്തിയെത്തി. ഇവനിതാ ഇപ്പൊ മരിച്ചു പോയാൽ ഈ ചെറുപ്പക്കാരന് 3 കൊല്ലത്തെ തെറ്റുകളെ കുറിച്ച് മറുപടി പറഞ്ഞാ മതിയല്ലോ. അതേ സമയത്ത് 85 വയസ്സുള്ള ഞാൻ, എനിക്ക് 70 കൊല്ലത്തെ മറുപടി അല്ലാഹുവോട് പറയേണ്ടതുണ്ടല്ലോ. ചെറുപ്പക്കാരൻ പ്രായമുള്ളവരെ കാണുമ്പോ ചിന്തിക്കണം, 18 വയസ്സുള്ള ഞാനിപ്പോ മരിച്ചു പോയാൽ പടച്ചവന്റെ അടുക്കൽ എനിക്കെന്ത് നിസ്കാരമാ ഉള്ളത്, ഏത് അമലാ ഉള്ളത്? ആകെ 2 or 3 കൊല്ലം നിസ്കരിച്ചതല്ലേ സമ്പാദ്യമുള്ളൂ. അതേ സമയത്ത് 80 വയസ്സുള്ള ആള് മരിച്ചാൽ അദ്ദേഹത്തിന് 70 കൊല്ലത്തോളം ചെയ്ത ഇബാദത്ത്, അദ്ദേഹത്തിന് സമ്പാദ്യമുണ്ടല്ലോ. അദ്ദേഹമാണ് വലുത്. ഇനി അങ്ങനെ പറഞ്ഞു ഗസാലിമാം തങ്ങൾ പറയാണ്, ഒരു അമുസ്ലിമിനെ കണ്ടാൽ അവനെയും ഇൻസൾട്ടാക്കി കൂടാ. അവന് അല്ലാഹു തആല ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് ഈമാൻ കൊടുത്ത് അവസാനം ആഖിബത്ത് നന്നാക്കിയാലോ. അതേ സമയത്ത് ഇപ്പോൾ ഈമാനോടെ ജീവിക്കുന്ന അല്ലാഹ്, ഞങ്ങളെ ഈമാൻ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, അത് ഊരിക്കളയല്ലേ അല്ലാഹ്. ഈമാനുള്ള എത്ര ആളുകൾ മരിക്കുന്ന സമയത്ത് ഈമാൻ തെറ്റിപ്പോയവരുണ്ട്. എന്റെ അവസ്ഥ എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഒരു മുസ്ലിമിനെയും ഇൻസൾട്ട് ആക്കിക്കൂടാ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശമാണ്. എല്ലാവരോടും നല്ല സ്വഭാവം, അതേ സമയത്ത് മാതാപിതാക്കളോടുള്ള കടപ്പാട് തീരൂല. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ജീവിച്ചിരിക്കുന്ന കാലത്തും മരണപ്പെട്ടതിന് ശേഷവും മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കണം. എന്റെ SSFന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ SSFന്റെ കൊടിയും പിടിച്ച് SSF സിന്ദാബാദ് എന്ന് പറയണം. പക്ഷേ അത് മാത്രം പോരാ. ഉമ്മാന്റെ പൊരുത്തം വാങ്ങണം, ബാപ്പാന്റെ പൊരുത്തം വാങ്ങണം, ഉപ്പാപ്പാന്റെ പൊരുത്തം വാങ്ങണം, ഉമ്മാമാന്റെ പൊരുത്തം വാങ്ങണം, അമ്മാമന്റെ പൊരുത്തം വാങ്ങണം, ബാപ്പ ഉമ്മയുടെ കുടുംബത്തിന്റെ പൊരുത്തം വാങ്ങണം. ഇതുപോലെ പ്രായമുള്ള മുഅ്മിനീങ്ങളുണ്ടല്ലോ, അവരെ പൊരുത്തം വേണം. അൽഹംദുലില്ലാഹ്, ഞാനിവിടെ ഇങ്ങനെ നിന്നപ്പോ നല്ല ഒരു മിനാരം കാണുന്നു, സുന്ദരമായൊരു പള്ളി കാണുന്നു. അല്ലാഹു ഈ പള്ളിക്കാര് സഹായിച്ചോ, ആര് പ്രവർത്തിച്ചു അവർക്കൊക്കെ സ്വർഗത്തിൽ വീട് നൽകട്ടെ. ഓ മുഅ്മിനീങ്ങളെ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന പള്ളികളുണ്ടല്ലോ, മദ്രസകളുണ്ടല്ലോ, അതിനു വേണ്ടി അധ്വാനിക്കുന്ന ജമാഅത്തിന്റെ ഭാരവാഹികളുണ്ടല്ലോ, അവരോട് നമുക്ക് ആദരവും സ്നേഹവും വേണം.